ടെറസിൽ ചെയ്തു വരുന്ന കൃഷികൾ പയർ, പാവൽ, വെണ്ട, കത്തിരി, വഴുതന, തക്കാളി തുടങ്ങിയ വിളകളെല്ലാം നമ്മൾ മറ്റ് സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ട് ഗ്രോ ബാഗുകൾ വാങ്ങി അതിൽ നടുന്നൊരു പ്രക്രിയയാണ് ഇപ്പോൾ പൊതുവെ നമ്മളെല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ബദലായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുപാടും തന്നെ നമ്മളിന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പാഴായി കിടക്കുന്ന സാധനങ്ങൾ എന്ന് കരുതുന്നത് നമുക്ക് ഒരു ഗ്രോ ബാഗിന് ബദലായ രീതിയിൽ നമുക്കത് റീയൂസ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിൽ പെയിൻ്റ് അടിക്കാനായി വാങ്ങുന്ന പെയിൻറ്റിൻ്റെ ബക്കറ്റ്, അത് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. പിന്നീട് നമ്മളിപ്പോൾ ക്യാനുകൾ എന്തെങ്കിലും ഉപയോഗത്തിന് വാങ്ങുന്നുണ്ടെങ്കിൽ ആ ക്യാനുകൾ നമുക്ക് ഗ്രോ ബാഗിന് ബദലായി യൂസ് ചെയ്യാൻ സാധിക്കും. ഇതല്ലെങ്കിൽ ഇപ്പോൾ പൊട്ടിയ ടയറുകളുണ്ടെങ്കിൽ ആ ടയറുകൾ യൂസ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു 20 ലിറ്റർ പെയിൻറ്റിൻ്റെ ബക്കറ്റാണെങ്കിൽ നമുക്ക് അതിന് അടപ്പോടുകൂടി നമുക്കത് 2 പീസായിട്ട് മുറിച്ച് നമുക്ക് 2ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതല്ല ഒരു 10 കിലോയുടെ പെയിൻ്റ് ആണെങ്കിൽ നമുക്കത് ഒരു ചെടി നടാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഇതല്ലാതെ നമുക്ക് വീട്ടിൽ വാങ്ങുന്ന ഈ പവിഴം അരി ഒരു 5 കിലോയുടെ പാക്കറ്റ്, 10-20 കിലോയുടെ പാക്കറ്റുകളുണ്ട്. അപ്പം നമുക്കിത് ഇത്തരത്തിലുള്ളൊരു പാക്കറ്റാണ്. അപ്പോൾ ഇതൊരു സഞ്ചിയാണ്. ഈ ഒരു സഞ്ചി സാധാരണ നമ്മൾ അരി എടുത്തു കഴിഞ്ഞാൽ അതൊന്നും യൂസ് ചെയ്യാറില്ല, അങ്ങനെ അങ്ങ് മടക്കി വയ്ക്കുകയാണ്. നമുക്കിതിൽ ഒരല്പം മണ്ണ് നിറച്ച് വളത്തോടു കൂടി നിറച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ ഒരു ചെടി, ഒരു പയർ, ഒരു വെണ്ട ഇതെല്ലാം നടാൻ സാധിക്കും. ഇതല്ലാതെ നമുക്ക് എന്തെങ്കിലും പൊട്ടിയതായിട്ടുള്ള സാധനങ്ങൾ, ഇപ്പോൾ പഴയ റെഫ്രിജറേറ്ററിൻ്റെ ഒരു ബസ്ക്കറ്റാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉപകരണം നമുക്ക് ഒരു മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെടികൾ നടാൻ സാധിക്കും. ഇതല്ലെങ്കിൽ നമുക്ക് ക്യാനുകളുണ്ടല്ലോ, പല രീതിയിലുള്ള ക്യാനുകളുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള 25 കിലോയുടെ ക്യാനുണ്ട്, ചെറിയ ലിറ്റേഴ്സിൻ്റെ ക്യാനുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെറുതാണെങ്കിൽ നമുക്ക് ഇത് മുകളിലത്തെ ഭാഗം മുറിച്ച് കഴിഞ്ഞാൽ നമുക്കൊരൊറ്റ പീസായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതേസമയം ഇത്തരത്തിലുള്ള വലിയ ക്യാനുകൾ നമുക്ക് നടുക്ക് വെച്ച് മുറിച്ച് കഴിഞ്ഞാൽ 2 ക്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതല്ലാതെ നമ്മുടെ വീട്ടിലിപ്പോൾ പാഴായി കിടക്കുന്ന തടികളുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വീട്ടിൽ ഫർണിച്ചറോ മറ്റെന്തെങ്കിലും ഉണ്ടാക്കാനായി വാങ്ങിയ തടിയുടെ അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ നമുക്കതിനെയും റീയൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഉള്ളിയുടെ ഇതാണ് ഞാനിവിടെ നട്ടിരിക്കുന്നത്. അതേപോലെ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പൊട്ടറ്റോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ മല്ലി, പൊട്ടറ്റോ, ഈ സവാള, ഉള്ളി, അതുപോലെ നമുക്ക് ഈ ചെറിയ ഈ പാലച്ചീര എന്നൊക്കെ പറയുന്നത്, ഇതിനൊക്കെ നടാൻ വേണ്ടി നമുക്ക് ഗ്രോ ബാഗ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, കാരണം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റീസ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിന് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായൊരു പ്രോസസ്സാണ്. ഇത് 4 തടി ആണ് ആകെ ഉള്ളത്. 4 സൈഡിൽ ഓരോ തടി വെച്ച് അടിച്ചിരിക്കുകയാണ്. അടിയിലത്തെ ഭാഗത്തൊന്നുമില്ല. അതിന് പകരം ഈ ചാക്ക് 2-3 ചാക്ക് വാങ്ങിച്ച് ഇട്ടിട്ട് ആണിയിട്ട് അടിച്ചു വച്ചിരിക്കുകയാണ്. ഇതല്ലെങ്കിൽ നമുക്ക് താഴെ ഈ തടി നമുക്ക് ഒരു ഫ്രഷ് തടി വാങ്ങിക്കുന്നതിനേക്കാളും ഈ ഗ്ലാസ് കടകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ അവരുടെ ഗ്ലാസ് സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് തടിയാണ്, ഈ റബ്ബറിൻ്റെ തടിയാണ്. അപ്പോൾ ആ തടികൾ നമുക്ക് ഒരു 50 രൂപ തൊട്ട് 90 രൂപ വരെ ഓരോ പീസിനും നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയുള്ള ഒരു 1-2 നമുക്ക് നല്ലൊരു ഫ്രെയിം നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത്? ഇപ്പോൾ ചെറിയ പാലച്ചീരയൊക്കെ ആണെങ്കിൽ അത് വെതറിയിട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ മല്ലിയാണെങ്കിൽ അത് വെതറിയിട്ട് കൊടുത്താൽ ഇതിൽ പിടിച്ചങ്ങ് നിന്നുകൊള്ളും. ഇത് കുറച്ച് പൊക്കത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു 2 സ്റ്റാൻഡും കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ല പൊക്കത്തിൽ ഇത് വച്ച് നല്ല ഭംഗിയോടുകൂടി തന്നെ അത് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നു.